എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു അപ്ഡേറ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതായത് നമ്മൾക്കറിയാം LDC എക്സാമിൻ്റെ 4 ദിവസത്തെ പരീക്ഷാ തീയതികൾ വന്നിട്ടുണ്ട്. 4 ജില്ലകളിലെ പരീക്ഷാ തീയതികൾ വന്നിട്ടുണ്ട്. അതിൻ്റെ കൺഫർമേഷൻ നമുക്കിപ്പം മുതൽ കൊടുത്തു തുടങ്ങാം. അതുപോലെ തന്നെ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഇന്നത്തെ തൊഴിൽ വീതിയിൽ വന്നിട്ടുണ്ട്. നമുക്കതൊക്കെ നോക്കാം. അതുപോലെ തന്നെ ബാക്കി ഏതൊക്കെ എക്സാംസാണ് സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്നതെന്നും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ 46 കാറ്റഗറികളിലായി സെപ്റ്റംബറിൽ 22 പരീക്ഷകൾ, അതായത് LDC ആലപ്പുഴ, പാലക്കാട്, കോട്ടയം, കോഴിക്കോട്, SI മെയിൻ, അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്പെക്ടർ പരീക്ഷകൾ സെപ്റ്റംബറിൽ. അതുപോലെ തന്നെ നമ്മുടെ കൺഫർമേഷൻ ജൂലൈ 12 വരെ നൽകാം കേട്ടോ. അപ്പോൾ SI മെയിൻ പരീക്ഷ 26-നാണ്, സെപ്റ്റംബർ 26-നാണ്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ഓപ്പൺ മാർക്കറ്റ്, മിനിസ്റ്റീരിയൽ കോൺസ്റ്റിറ്റ്യൂഷറി, അതുപോലെ തന്നെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ മെയിൻ പരീക്ഷ സെപ്റ്റംബർ 26-ന് നടത്തും. അതായത് ഡിഗ്രി തല പ്രിലിംസ് പരീക്ഷ ഇപ്പോൾ നടന്നില്ലേ, 3 പ്രിലിംസായിട്ട്. അതിൻ്റെ റിസൾട്ട് വന്നാലുടൻ തന്നെ റിസൾട്ട് അപ്പോൾ ഉടനെ തന്നെ വരുമെന്നാണ് എൻ്റെ അർത്ഥം. അതായത് സെപ്റ്റംബർ 26-നാണ് എക്സാം വരുന്നത്, SI മെയിൻസ്. അതുപോലെ തന്നെ പരീക്ഷയോടൊപ്പം മെയ് 11, മെയ് 25, ജൂൺ 15 തീയതികളിലായിരുന്നു നമ്മുടെ പ്രിലിംസ് പരീക്ഷ. അതുപോലെ തന്നെ ഈ തസ്തികയുടെ പ്രാഥമിക ഷോർട്ട് ലിസ്റ്റ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പം പ്രിലിംസിൻ്റെ റിസൾട്ട് അപ്പോൾ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, ഡിഗ്രി തല പ്രിലിംസിൻ്റെ. അപ്പോൾ നോർമലൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്ത് ഡിലീഷനായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 2 എക്സാമിൽ നിന്ന് 15ഓളം ചോദ്യങ്ങളാണ് ഡിലീഷനായി പോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡിലീഷൻ ആവുകയാണെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഉള്ള വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. നമ്മുടെ സമയമാണ് ആകെപ്പാടെ കുറച്ച് സമയം നമുക്ക് എക്സാം ഹോളിൽ കിട്ടത്തുള്ളൂ. ആ എക്സാം ഹോളിൽ കിട്ടുമ്പം തന്നെ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ഡിലീഷനായി പോകുക എന്ന് പറയുന്നത് തന്നെ വളരെ ദൗർഭാഗ്യകരമാണ്. അപ്പം അതൊക്കെ ഇനി PSC ഒന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിലീഷൻ ഇല്ലാതാക്കുക. ഡിലീഷൻ വരുമെന്നുള്ള പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ സമയമാണ് അവിടെ അപഹരിച്ചുകൊണ്ട് പോകുന്നത്. അടുത്തത് ഇനി LDCയുടെ കാര്യമാണ്. LDC ആലപ്പുഴ, പാലക്കാട് സെപ്റ്റംബർ 7-നാണ് പരീക്ഷ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കോട്ടയം, കോഴിക്കോട് സെപ്റ്റംബർ 28-ന്. വിവിധ വകുപ്പുകളിൽ LD ക്ലർക്ക് ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലെ അപേക്ഷകർക്ക് സെപ്റ്റംബർ 7-നാണ് പരീക്ഷ. ആലപ്പുഴ ജില്ലയിൽ നിന്ന് 84,514 പേരും പാലക്കാട് ജില്ലയിൽ നിന്ന് 1,12,467 പേരും അപേക്ഷ നൽകിയിട്ടുണ്ട്. കൺഫർമേഷൻ നൽകുന്നവർക്ക് ഓഗസ്റ്റ് 24 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ സെപ്റ്റംബർ 28-നാണ് പരീക്ഷ. അപ്പം കോട്ടയം ജില്ലകളിൽ 60,593 പേരും കോഴിക്കോട് ജില്ലയിൽ 1,32,066 പേരും അപേക്ഷ നൽകിയിട്ടുണ്ട്. കൺഫർമേഷൻ നൽകുന്നവർക്ക് സെപ്റ്റംബർ 13 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഇതാണ് LDCയുടെ വരുന്നത്. അപ്പോൾ LDCയുടെ കൺഫർമേഷൻ എല്ലാവരും നമ്മൾ ഏതൊരു പരീക്ഷയിലും BC പരീക്ഷയിലും കൺഫർമേഷൻ മാക്സിമം കൊടുക്കുക. മാക്സിമം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക, പരീക്ഷകളെല്ലാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. മാക്സിമം ആരും എഴുതാനൊന്നും ഇരിക്കല്ലേ. കഴിഞ്ഞ 4-5 ജില്ലകളിലെ LDCയുടെ കൺഫർമേഷൻ ഡേറ്റ് അവസാനിച്ചപ്പം ഏകദേശത്തോളം 1,00,000 പേരാണ് കൺഫർമേഷൻ കൊടുക്കാത്തവരായിട്ട് വന്നത്. അതിൽ പകുതി മുക്കാൽ പേരും അവർ കൺഫർമേഷൻ കൊടുക്കാൻ മറന്നുപോയവരാണ്. ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് ബോക്സിലും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടെന്ന് ഒക്കെ പേഴ്സണലായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമുക്കും ഉണ്ടാവില്ല. നമ്മൾ ഉടനെ തന്നെ പോയി കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. നമ്മുടെ ഒരു പ്രോസസ്സാണ്, പരീക്ഷയുടെ ഒരു പ്രോസസ്സാണ് കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ മാക്സിമം എല്ലാവരും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുത്തിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അതുപോലെ തന്നെ LDC ആയിട്ട് ബേസ് ചെയ്തുള്ള ക്ലാസ്സസ് എല്ലാം നമ്മൾ ചാനലിൽ ഇടുന്നുണ്ട്. അതായത് കറണ്ട് അഫെയറിൻ്റെ 20 മാർക്കാണ് കറണ്ട് അഫെയർ വരുന്നത്. ആ 20 മാർക്കും കറണ്ട് അഫെയർ 20 മാർക്ക് നമുക്ക് നേടത്തക്ക വിധത്തിലുള്ള ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ വൊക്കാബുലറി പാർട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടൊന്ന് മാക്സിമം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സിവിക്സ്, സുപ്രധാന നിയമങ്ങൾ തുടങ്ങിയ ക്ലാസ്സസും നമ്മൾ ഇടുന്നുണ്ട്. മാക്സിമം അതൊക്കെ നിങ്ങളൊന്ന് മാക്സിമം എല്ലാവരും പ്രയോജനപ്പെടുത്തുക ക്ലാസ്സസ് എല്ലാം. അടുത്തത് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ബാക്കിയുള്ള സെപ്റ്റംബറിലെ പ്രധാന പരീക്ഷകൾ ബാക്കി ഏതൊക്കെയാണെന്ന് നോക്കാമേ. റീഡർ ഗ്രേഡ് 2 ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റ് പരീക്ഷ 2/9/2024. അതുപോലെ തന്നെ ഓഫ്സെറ്റ് മെഷീൻ ഓപ്പറേറ്റർ ഗ്രേഡ് 2 ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റ് 2/9/2004. അതുപോലെ തന്നെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ് 3/9/2024 പരീക്ഷാ തീയതി. ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സഹകരണം 5/9/2024. അത് ഏകദേശം 58,154 പേരോളം എഴുതുന്നൊരു എക്സാമാണ്. അതുപോലെ തന്നെ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 പൗൾട്രി അസിസ്റ്റൻസ് ഉള്ളതാണ്, മൃഗസംരക്ഷണം. അതിൻ്റെ എക്സാം വരുന്നത് ഡേറ്റ് പരീക്ഷ തീയതി 6/9/2024. പിന്നെ LD ക്ലർക്ക് നമ്മുടെ 7/9/2024. അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ
മെക്കാനിക്സ് വ്യവസായ പരിശീലനം 9/9/2024. അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ 11/9/2024. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 കാർഷിക വികസനം കർഷകക്ഷേമം 24/9/2024. അതുപോലെ തന്നെ SI ആണ്, SI മെയിൻസ് പരീക്ഷ 26/9/2024. LD ക്ലർക്ക് നമ്മൾ പറഞ്ഞതാണ് 28/9/2024. അതുപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ KTDC 30/9/2024. അപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രീഷ്യൻ വ്യവസായ പരിശീലനം 30/9/2024. അപ്പോൾ ഇത്തരം പരീക്ഷകളുടെ ഡേറ്റാണ് വന്നത്. ഇതോടെ നിങ്ങളെ ഒന്ന് അറിയിച്ചതാണ്. നമ്മളൊരു അപ്ഡേറ്റ് വന്നപ്പം പെട്ടെന്ന് നിങ്ങളെ അറിയിച്ചതാണ്. അപ്പം ഇതുപോലുള്ള പെട്ടെന്ന് അപ്ഡേറ്റുകൾക്കും അതുപോലെ തന്നെ ക്ലാസ്സുകൾക്കുമായി നമ്മുടെ ചാനലൊന്ന് മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ മറന്നുപോകും, മനുഷ്യനാണ്, നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുത്ത് തന്നെ ഇരിക്കുക.